സോ ഗായ്സ്, നമ്മളെ റിവർ ബോർഡ് സീരീസിലെ തേർഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ നോക്കി, ബേസിക് പ്രൊവൈഡറിന്റെ ഫംഗ്ഷനാലിറ്റി നോക്കി. സെക്കൻഡ് വീഡിയോ നമ്മൾ സ്റ്റേറ്റ് പ്രൊവൈഡർ നോക്കി, എങ്ങനെ സിമ്പിൾ സ്റ്റേറ്റുകൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നോക്കി. ഇനി നമ്മൾ ഫ്യൂച്ചർ പ്രൊവൈഡർ ആണ് നോക്കാൻ പോണത്. ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു API കാൾ ഫ്യൂച്ചർ പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് ഒരു API കോൾ ചെയ്യാൻ, നെറ്റ്വർക്കിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ബിഫോർ വി ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഫ്യൂച്ചർ പ്രൊവൈഡർ, നമുക്ക് ഞാൻ ലാസ്റ്റ് ഒരു ചാലഞ്ച് തന്നിരുന്നു. സ്റ്റേറ്റ് പ്രൊവൈഡറിന്റെ ഒരു ചെറിയൊരു ചാലഞ്ച് തന്നിരുന്നു. ഒരു ടാസ്ക്, സിമ്പിൾ ടാസ്ക്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി അത് കാണുക. അവർ അതുപോലെ ഫസ്റ്റ് രണ്ട് വീഡിയോ കാണാതെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു ഐഡിയ കിട്ടൂല. സോ അത് കണ്ടിട്ട് വരിക. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ആ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ചെയ്തത് ഇതാണ്. ഒരു സിമ്പിൾ കൗണ്ടർ ആപ്പ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മളെ സ്റ്റേറ്റ് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട്. നമ്മളെ ടാസ്ക് എന്താന്ന് വെച്ചാൽ, ഈ കൗണ്ടർ ഉണ്ടല്ലോ, കൗണ്ടർ റീസെറ്റ് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ടാക്കണം എന്നായിരുന്നു. സോ നമുക്ക് അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ വേറെ ബട്ടൺ ഒന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ഇതിന്റെ ലോജിക്ക് മാത്രം നമുക്ക് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ഒന്നും ചെയ്യാനില്ല. നമ്മളിവിടെ സ്റ്റേറ്റ് പ്ലസ് പ്ലസ് ചെയ്തതിന് പകരം വേറൊരു ബട്ടൺ ഉണ്ടാക്കിയിട്ട് അവിടെ സ്റ്റേറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ഇനീഷ്യൽ വാല്യൂ 0 എന്ത് ചെയ്യുക, സ്റ്റേറ്റ് മാറ്റുക. അത്രേ ഉള്ളൂ, അതായത് കോംപ്ലക്സ് ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, 0 അത് റീസെറ്റ് ആയി. സോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യാം, വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി എന്താണെന്നുള്ളത്. ഓക്കെ, ആ ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യാം, ഒന്നുകൂടി വായിച്ചു വെക്കുക. എന്താണ് സ്റ്റേറ്റ് പ്രൊവൈഡർ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൂടി ഡീപ്പായിട്ട്. ഓക്കെ, സോ നമുക്കിന്ന് ഇനി ഫ്യൂച്ചർ പ്രൊവൈഡറിലോട്ട് കിടക്കാം. ഓക്കെ, ഇപ്പൊ ഫ്യൂച്ചർ പ്രൊവൈഡർ നമ്മളെ ഫ്യൂച്ചർ ബിൽഡർ ഒക്കെ പോലെ നമുക്കൊരു API കോൾ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ, നമുക്കൊരു കാര്യം ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് നമ്മളെ UI കാണിക്കാനാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൊവൈഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്യൂച്ചർ പ്രൊവൈഡർ അതിന്റെ ഡോക്യുമെന്റേഷൻ ആണ് ഈ പാർട്ടിലുള്ളത്. സോ ഇതിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഫ്യൂച്ചർ പ്രൊവൈഡർ ഈസ് ദ ഇക്വലന്റ് ഓഫ് പ്രൊവൈഡർ ബട്ട് ഫോർ അസിൻക്രണസ് കോഡ്. ഓക്കെ, അസിൻക്രണസ് ആയിട്ട് വരുന്ന ഡാറ്റ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൊവൈഡർ യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിന്റെ യൂസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർഫോമിംഗ് ആൻഡ് കേച്ചിങ് അസിൻക്രണസ് ഓപ്പറേഷൻസ്, നൈസ്ലി ഹാൻഡ്ലിംഗ് എറർ ലോഡിംഗ് സ്റ്റേറ്റ്സ് ഓഫ് അസിൻക്രണസ് ഓപ്പറേഷൻസ്, കമ്പൈനിങ് മൾട്ടിപ്പിൾ അസിൻക്രണസ് വാല്യൂസ് ഇൻടു അനദർ വാല്യൂ. സോ ഇതാണ് കുറച്ച് ഇതിന്റെ ഫീച്ചേഴ്സ്. കൂടുതൽ ഇതിൽ വായിച്ചു നോക്കാം. എക്സാമ്പിൾ യൂസ് കേസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് നമ്മളെ സ്റ്റേറ്റ് പ്രൊവൈഡർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ കോംപ്ലക്സ് ഹാൻഡ്ലിങ്ങിന് ഇത് യൂസ് ചെയ്യില്ല, നെറ്റ്വർക്കിംഗ് കാര്യത്തിനൊന്നും ഇത് യൂസ് ചെയ്യില്ല. സിമ്പിൾ യൂസ് കേസസിനാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൊവൈഡർ യൂസ് ചെയ്യല്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ യൂസ് കേസസിനാണ്. ഫോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള ലോജിക്കൊക്കെ ഉള്ള കാര്യം ഫംഗ്ഷൻസിന് നമ്മൾ അസിങ്ക് നോട്ടിഫയർ പ്രൊവൈഡറാണ് യൂസ് ചെയ്യല്. സോ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും, മുന്നോട്ട് പോകുമ്പോൾ ചെയ്യും. നമ്മൾ ആ ഒരു ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഫ്യൂച്ചർ പ്രൊവൈഡർ നോക്കാം. സോ ഓക്കെ, നമുക്ക് ഇതിലൊരു എക്സാമ്പിൾ ഉണ്ട്, ബട്ട് അത് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഒരു റിയൽ വേൾഡ് ആപ്പ് ബിൽഡ് ചെയ്ത് നോക്കാം. നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മളെ മീൽ DB ഉണ്ടല്ലോ, മീൽ DB ആപ്പ്. നമുക്ക് ഓരോരോ ഇത് തരണം, നമുക്ക് ഫുഡ് ഐറ്റംസിന്റെ ഇത് തരണം, ഇൻഫർമേഷൻ തരണം, എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളതൊക്കെ. അതാണ് നമുക്ക് അത് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ മീൽ DBയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇതിലിപ്പോൾ കുറെ ഐറ്റങ്ങളുണ്ട്. സെർച്ച് ബൈ നെയിം ഉണ്ട്, ഫസ്റ്റ് ലെറ്റർ, മീൽ ലുക്കപ്പ് ഫുൾ മീൽ ഡീറ്റെയിൽസ് ബൈ ID, ലുക്കപ്പ് എ സിംഗിൾ റാൻഡം മീൽ. ഓക്കെ, നമുക്ക് ഈ സിംഗിൾ റാൻഡം മീൽ എടുക്കാം. ഓക്കെ, നമ്മൾ ഓരോ തവണ റീഫ്രഷ് ചെയ്യുമ്പോൾ ഒരു റാൻഡം മീലിന്റെ ഡീറ്റെയിൽസ് കിട്ടണ ഈ ഒരു ആപ്പ് എന്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു റാൻഡം ആയിട്ടൊരു മീലിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പോൾ ഇത് ഈ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഫുള്ള് ഡാറ്റ ഒന്നും കാണിക്കണില്ല, കാരണം നമ്മൾ UI അധികം ഫോക്കസ് ചെയ്യണില്ല. ജസ്റ്റ് എങ്ങനെ ഇത് യൂസ് ചെയ്യാം, റിവർ കോഡിൽ നമുക്ക് ഓരോ പ്രൊവൈഡേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. സോ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് മാത്രം എടുക്കാം. ഈ ഫസ്റ്റ് മേലെ 3-4 ഡീറ്റെയിൽസ് മാത്രം എടുത്തിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ജസ്റ്റ് എന്ത് ചെയ്യാം, ChatGPT ഇതുകൊണ്ട് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, ChatGPT എന്ത് ചെയ്യുക, ഡാർട്ടിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയാം. അത്രേ ഉള്ളൂ. അതൊന്നും നിങ്ങൾ മാനുവലി ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, മാനുവലി ചെയ്ത് ടൈം കളയണ്ട. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക, നേരെ ChatGPT ഇട്ടിട്ട് മേക്ക് മീ എ മോഡൽ ഇൻ ഡാർട്ട് കോഡ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡാർട്ട് കോഡ് അത് ജനറേറ്റ് ചെയ്ത് തരും. ഞാനത് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. മീൽ മോഡൽ. ഓക്കെ, ഇതിൽ മീൽ ID ഉണ്ട്, മീൽ നെയിം ഉണ്ട്, ഡ്രിങ്ക് ആൾട്ടർനേറ്റ്, കാറ്റഗറി, ഏരിയ. അങ്ങനത്തെ 1, 2, 4, 5 ഐറ്റംസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഫ്രം ജേസൺ എന്നുള്ള ആ ഒരു ഫാക്ടറി മെത്തേഡ് ഉണ്ട്. നമുക്ക് ജേസൺ നമ്മളെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ജേസൺ ആയിട്ടാണ് നമുക്ക് കിട്ടല്. അത് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. സോ നമുക്ക് നിങ്ങളിത് ചെയ്യാം. ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പാടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളെ
മെയിൻ ഡോട്ട് ഡാർട്ടിലാണ്. ഓക്കെ, അപ്പം ഫ്യൂച്ചർ പ്രൊവൈഡറെ കുറിച്ച് കൂടുതൽ വായിച്ചു നോക്കണമെങ്കിൽ ഇവിടെ വായിച്ചു നോക്കാം, എങ്ങനെ അത് എന്താണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഉണ്ട്, അതിന്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് യൂസ് ചെയ്യേണ്ട, ഞാൻ ഇതിൻ്റെതായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ നമുക്ക് തൽക്കാലം നമ്മളെ കൗണ്ടർ സ്റ്റേറ്റ് പ്രൊവൈഡർ ഒക്കെ ഇവിടെ ഒഴിവാക്കാം. കാരണം നമ്മളത് ഇപ്പോൾ അതവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, കൺഫ്യൂസിങ് ആവണ്ട. അത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഈ ബോഡിയും ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഒന്നും വേണ്ട, നമ്മൾ സ്കാഫോൾഡിൽ നിൽക്കട്ടെ തൽക്കാലം. ഓക്കെ, അപ്പോൾ തൽക്കാലം അത് മതി. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ ഒരു റാൻഡം മീല് ഫെച്ച് ചെയ്യാനുള്ളൊരു പ്രൊവൈഡർ, ഫ്യൂച്ചർ പ്രൊവൈഡർ ഉണ്ടാക്കാം. നമുക്ക് ഇത് സെപ്പറേറ്റ് ഒരു ഫയൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഞാൻ നോട്ടിഫയേഴ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഫെച്ച് മീൽ പ്രൊവൈഡർ ഡോട്ട് ഡാർട്ട്, ഫെച്ച് മീൽ പ്രൊവൈഡർ ഡോട്ട് ഡാർട്ട്. ഓക്കെ, അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് ചെയ്യാം, നമ്മളുള്ള പ്രൊവൈഡർ, ഫ്യൂച്ചർ പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിസിനസ് ലോജിക്ക് സെപ്പറേറ്റ് ആയി നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് നമ്മൾ ഡയറക്റ്റ് ഉള്ള മെയിനിൽ തന്നെ നമ്മളൊരു പ്രൊവൈഡേഴ്സ് ഡിഫൈൻ ചെയ്തിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ഫയൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമ്മളെ സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ പർപ്പസ് തന്നെ എന്താണ്, UI-യും ബിസിനസ് ലോജിക്കും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാം നമ്മൾ നോർമലി പ്രൊവൈഡറിനും സ്റ്റേറ്റ് പ്രൊവൈഡറിനും ഒക്കെ ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് അതൊരു ജസ്റ്റ് സിമ്പിൾ നെയിം കൊടുക്കാം. നമുക്ക് റാൻഡം റീലാണ്, റാൻഡം ആണല്ലോ അല്ലേ, റാൻഡം മീൽ പ്രൊവൈഡർ എന്നാണ് കൊടുക്കുക. പ്രൊവൈഡർ ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫ്യൂച്ചർ പ്രൊവൈഡർ ആണ്. ഓക്കെ, ഫ്യൂച്ചർ പ്രൊവൈഡർ ആൻഡ് ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. റഫ് വിഡ്ജറ്റ് റഫ്, ശേഷം നമ്മളെ കേളി ബ്രാക്കറ്റ്സ്. ഇതിപ്പോൾ ഒരു ഫ്യൂച്ചർ പ്രൊവൈഡർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യണം. എന്താ അസിങ്ക് കൊടുക്കാൻ മറക്കരുത്, അസിങ്ക്. അതുപോലെ നമ്മൾ പ്രൊവൈഡർ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, റിവർ പോഡ് ഇമ്പോർട്ട് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കുക. കാരണം ഓൾറെഡി ഇപ്പോൾ മോഡൽ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, മീൽ മോഡൽ, നമ്മൾ മീൽ എന്നുള്ള മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്താവും, അതാവും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് മീൽ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ ഞാൻ ഡിഒ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്താ HTTP യൂസ് ചെയ്യാൻ HTTP യൂസ് ചെയ്യാം, എന്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നമ്മളെ pubspec.yaml ഡിഒ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കംഫോർട്ട് ഏതാണോ അത് യൂസ് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ഡിഒ വെച്ച് നമ്മളെ നെറ്റ്വർക്ക് കോൾ ചെയ്യാം ആദ്യം, ഡിഒ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡിഒ ഇമ്പോർട്ട് ചെയ്യാം പാക്കേജ് ഡിഒ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസ് എടുക്കാം. റെസ്പോൺസ് ഈക്വൽസ് await dio ഡോട്ട് ഗെറ്റ് ആണ്, ഗെറ്റ് മെത്തേഡ് ആണ്. കാരണം നമ്മൾ അങ്ങോട്ട് ഡാറ്റ ഒന്നും കൊടുക്കണില്ല, ഡാറ്റ നമ്മൾ ഗെറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മളെ URL എന്ത് ചെയ്യുക, ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ലുക്കപ്പ് എ സിംഗിൾ റാൻഡം മീൽ, ഈ ഒരു URL ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു റിസൾട്ട് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ മീൽ, ഇവിടെ നമ്മൾ ഫ്രം ജേസൺ നമ്മൾ യൂസ് ചെയ്യല്, മെയിൽ ഡോട്ട് ഫ്രം ജേസൺ, നമ്മുടെ റെസ്പോൺസിൻ്റെ ഡാറ്റ, റെസ്പോൺസ് ഡോട്ട് ഡാറ്റ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ വരുന്ന മോഡൽ ഒരു ലിസ്റ്റിൻ്റെ അകത്താണ്. അപ്പോൾ ലിസ്റ്റിൻ്റെ അകത്ത് ഒറ്റ ഐറ്റം ഉണ്ടാവുള്ളൂ റാൻഡം മീൽ ആകുമ്പോൾ. അപ്പോൾ ലിസ്റ്റിൻ്റെ അകത്തത്തെ 0th ഐറ്റം, അതായത് ഫസ്റ്റ് ഐറ്റം ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, സോ ഇത് നമ്മൾ ഓരോരോ വേറെ സെപ്പറേറ്റ് ആപ്പിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്താ അത് നിങ്ങൾ ഇതിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളായ രീതിയിൽ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡാറ്റ മീൽസ് എന്നല്ലേ, മീൽസ് പിന്നെ ഫസ്റ്റ് ഐറ്റം. ഓക്കെ, ഇത്രേ ഉള്ളൂ, നമ്മളെ പരിപാടി കഴിഞ്ഞ്. ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്താ ചെയ്യാം, നമ്മളെ UI-ൽ പോയിട്ട് UI-ൽ എന്ത് ചെയ്താൽ മതി, ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അത് സേവ് ചെയ്യാം. നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്യൂച്ചർ പ്രൊവൈഡർ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ളൊക്കെ ചെയ്ത പോലെ തന്നെ ആദ്യം അത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യണമല്ലോ. അത് നമ്മൾ അസിങ്ക് വാല്യൂ ടൈപ്പാണ് യൂസ് ചെയ്യല്. ഇത് നമ്മൾ റിവർ പോഡ് ആൻഡ് ടെറർ യൂട്ടിലിറ്റിയാണ്, അതായത് യൂട്ടിലിറ്റി ഫോർ സേഫ്ലി മാനിപ്പുലേറ്റിംഗ് അസിൻക്രണസ് ഡാറ്റ. ഓക്കെ,
അസിങ്ക്രണസ്ഡ് ആയിട്ട് നമുക്ക് സേഫ്ലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു യൂട്ടിലിറ്റിയാണ് അസിങ്ക് വാല്യൂ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് നമുക്ക് വരുന്നത് നമ്മളെ മീലാണ്. ടൈപ്പ് വരുന്നത് മീലാണ്, മീൽ. ആൻഡ് നമുക്കൊരു നെയിം കൊടുക്കുക, ഒരു ഗെറ്റ് റാൻഡം മീൽ തന്നെ കൊടുക്കുക, റാൻഡം മീൽ. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഈക്വൽസ് റഫ് ഡോട്ട് വാച്ച്. നമ്മുടെ പ്രൊവൈഡറിൻ്റെ പേര് ഫെച്ച് റാൻഡം മീൽ പ്രൊവൈഡർ. ഫെച്ച് റാൻഡം മീൽ പ്രൊവൈഡർ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ഗെറ്റ് റാൻഡം മീൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ UI നമ്മളെ ഡാറ്റ കാണിക്കാം. UI ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി എങ്ങനെ നമുക്ക് UI ഇത് കാണിക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ ബിൽഡറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഗെറ്റ് റാൻഡം മീൽ എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ബോർഡിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര സിമ്പിൾ ആണ്. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് റാൻഡം മീൽ. പിന്നെ നമ്മളെ ഡോട്ട് വെൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് ഇതിൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇത് കിട്ടും സെക്ഷൻസ്: ഡാറ്റ, ഇറർ, ലോഡിങ്. അതിനാണ് നമ്മൾ ഈ അസിങ്ക് വാല്യൂ യൂസ് ചെയ്യുന്നത്. അസിങ്ക് വാല്യൂ കൂടുതൽ വായിച്ചു നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. Okay, by using async value, you are guaranteed that you cannot forget to handle the loading error state of an asynchronous operation. So നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു ഇഷ്യൂ നമ്മൾ മറക്കണം, നമ്മൾ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഇററും ലോഡിങ്ങും ഹാൻഡിൽ ചെയ്യാൻ വിട്ടുപോകുന്ന സിറ്റുവേഷൻ വരില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡാറ്റ വന്ന് ഓക്കെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമ്മളെ UI കാണിക്കുക. ഇറർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക. ലോഡിംഗ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ സർക്കുലർ പ്രോഗ്രസ് ബാർ എന്താണോ അത് ഇവിടെ കാണിക്കുക. സോ അതാണ് നമ്മളെ ഫ്യൂച്ചർ പ്രൊവൈഡർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡാറ്റ ഉള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ആ ഡാറ്റ എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. അവിടെ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ഒരു സിമ്പിൾ തൽക്കാലം കോംപ്ലക്സ് ആയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ റീഫ്രഷ് ബട്ടൺ ഇവിടെ വേണ്ട. ജസ്റ്റ് നമുക്ക് ഡാറ്റ മാത്രം മതി. ഇവിടെ നമുക്ക് ഒരു സെൻറ്റർ ഉണ്ട്, അതിനകത്ത് ഒരു കോൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ മീലിൻ്റെ പേര്, കാറ്റഗറി, ഏരിയ കാണിക്കുന്നുണ്ട്. നമ്മളെ മോഡലിൽ നമുക്കിപ്പോൾ 5 ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ഐഡിയ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ UI. ജസ്റ്റ് ആ മീലും കാറ്റഗറിയും ഏരിയ കാണിക്കുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഡാറ്റ ഓക്കെയാണ്, ഡാറ്റ ഫെച്ച് ചെയ്ത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. ഇല്ല ഇറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇറർ കാണിക്കണം. ഓക്കെ, സോ ഇറർ ആകുമ്പോൾ ഇവിടെ ഇററും സ്റ്റാക്ക് ട്രേസ് ഉണ്ടാവും. STK എന്ന് കൊടുക്കാം, ഇതിന് സ്റ്റാക്ക് ട്രേസ് ഉണ്ടാവും. അങ്ങനെ ഇറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിൽ ആ ഇറർ റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ലോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ അത് മതി. ഓക്കെ ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്കത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സേവ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ചിലപ്പം ഇറർ വരും, കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഒന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഹോട്ട് റീലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യുന്നു, ഹോട്ട് ക്ലോസ് ചെയ്താണ്ട് തൽക്കാലം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മളെ റിസൾട്ട്. ശേഷം നമുക്ക് നമ്മളെ ഫ്യൂച്ചർ പ്രൊവൈഡറിൻ്റെ വേറൊരു ഫംഗ്ഷൻ കൂടി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ മെയിൻ നമ്മളെ ഫ്യൂച്ചർ പ്രൊവൈഡേഴ്സിൽ റിവർ പോളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡോക്യുമെന്റേഷനിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ പേജിൽ ഇവിടെ ഫ്യൂച്ചർ പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ തരണം. നമ്മളെ സെർച്ച് എസ് വി ടൈപ്പ് ഫുൾ ടു റീഫ്രഷ് ഇൻഫിനിറ്റ് ലിസ്റ്റ് ഒക്കെ എല്ലാത്തിനും ഈ ഒറ്റൊരു കോഡ് മതി എന്നുള്ളൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഇതിൽ ഈ ഓട്ടോ ഡിസ്പോസ് എന്താണ്, ഫാമിലി എന്താണെന്നുള്ളതൊക്കെ ഞാൻ ബ്രീഫായിട്ട് ഒന്ന് ഇത് ചെയ്യാം. ഇത് കൂടുതൽ അറിയാൻ ഇതിൽ ജസ്റ്റ് പോയി വായിച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടേം തന്നെ, ബിഗിനേഴ്സിന് ഒരു അണ്ടർസ്റ്റാൻഡ് തന്നെ പറ്റുന്ന ടേം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ ഓട്ടോ ഡിസ്പോസ് എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റിലോട്ട് നമ്മൾ ഈ ഒരു പ്രൊവൈഡറിന്റെ സ്റ്റേറ്റിലോട്ട് അത് ലിസൺ ചെയ്യാത്തൊരു സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ ഒരു യൂസർ ഒരു സ്ക്രീനിൽ നിന്ന് മറ്റൊരു സ്ക്രീനിലോട്ട് മാറി, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു പ്രൊവൈഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ ഡിസ്പോസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ഫാമിലി, ഞാൻ ഭയങ്കര ബ്രീഫായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റേഷനിൽ തന്നെ ഡാറ്റ ഫുൾ അവൈലബിൾ ആണ്. അതിന് നമ്മുടെ ഫാമിലി യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മളെ ഫംഗ്ഷനിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന പോലെ നമുക്ക് പാരാമീറ്റേഴ്സ് നമ്മളെ പ്രൊവൈഡർക്ക് പാസ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഫാമിലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫാമിലി യൂസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 മോഡിഫയേഴ്സ് നമുക്ക് റിവർ പോഡിൽ അവൈലബിൾ ആണ്.
സോ അതെന്താ ചെയ്യുക, ഞാൻ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള സിനേറിയോസിൽ അത് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു വിട്ടതാണെന്ന് മാത്രം. അത് എന്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ ഉള്ള ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെ ഡോക്യുമെന്റേഷൻ ഭയങ്കര സിമ്പിൾ ആണ്, വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും വേഗം മനസ്സിലാവും. സോ നമ്മളെ ആപ്പ് ഇത് അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, നമ്മളെ ഓക്കെ, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, നമ്മളെ ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. എന്താണ് ഇഷ്യൂ എന്നുള്ളത്, നമ്മൾ ഡാറ്റ കൊടുത്തു. വാട്ട്സ് ദ ഇഷ്യൂ ഹിയർ? URL കറക്റ്റ് അല്ലേ? URL കൊടുത്തില്ല നമ്മള്. ഓക്കെ, നമ്മളെ ഇറർ എന്താണ് വന്നത് അറിയോ? നമ്മളെ റിവർ പോഡിന്റെ ഇഷ്യൂ അല്ല, നമ്മളിവിടെ URL ചെയ്തപ്പോൾ നമ്മൾ HTTPS കൊടുക്കാൻ മറന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, സംഭവമൊക്കെ മനസ്സിലായത് നമ്മുടെ, ഞാൻ തീരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, വേറെ കാര്യം. ഞാൻ എന്താണ് നമ്മുടെ ഡീബഗിൽ പോയി നോക്കിയപ്പോഴാണ് ഈ ഇഷ്യൂ കണ്ടത്. ഇൻവാലിഡ് ആർഗ്യുമെന്റ് നോ ഹോസ്റ്റ് സ്പെസിഫൈഡ് എന്നുള്ള ഇഷ്യൂ കണ്ടത്. അപ്പോഴാണ് പെട്ടെന്ന് സാധനം കത്തിയത്. ഓക്കെ, ഡീബഗർ കൊണ്ടുള്ള ഒരു ഗുണമാണത്, എല്ലാം ഇവിടെ കാണിച്ചെന്ന് വരൂല. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ശ്രദ്ധിച്ചത് ഞാനല്ല HTTPS ആഡ് ചെയ്തത്, ഡയറക്റ്റ് കൊണ്ടാണ് കോപ്പി ചെയ്തപ്പോൾ നേരെ അങ്ങനെ കൊണ്ടുപോയി ഇട്ടതാ. നമ്മളതിന്ന് ഡയറക്റ്റ് www സ്റ്റാർട്ട് ചെയ്യണത്, നേരെ അത് കൊടുക്കാതെ ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടതാണ് മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, ഇനി വർക്ക് ചെയ്തോളൂ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മളെ. ഓക്കെ, ഇപ്പോൾ കണ്ടങ്ങള് ലോഡിങ് കാണിക്കുന്നുണ്ട്, നമ്മളെ ഐറ്റംസും കിട്ടി. എന്താണ് ചിക്കൻ ബാസ്ക്വീസാ, ചിക്കൻ ഫ്രഞ്ച് മീലാണ്, ഫ്രഞ്ച് ഐറ്റം ആണ്. കാറ്റഗറി ചിക്കൻ ഐറ്റം ആണ്, അതായത് നോൺ വെജ് ആണ്. എന്താ പേരെന്തോ ചിക്കൻ ബാസ്ക്വീസ് സംതിങ് ലൈക്ക് ദാറ്റ്. വേണമെങ്കിൽ എൻ്റെ സൈസ് ഒന്ന് കൂട്ടാം, ഒന്നുകൂടി ക്ലിയർ ആയി കാണാം. എന്നാൽ സ്റ്റൈൽ ഫോണ്ട് സൈസ് 30. ഓക്കെ, 30 തന്നെ കിടന്നോട്ടെ. മൂന്നിനും ഞാൻ അത് തന്നെ കൊടുക്കുന്നുണ്ട്, സെയിം ഫോണ്ട് സൈസ് കൊടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ട, ഇപ്പൊ മൂന്നും നമ്മളെ ഐറ്റം നെയിം, ഐറ്റം കാറ്റഗറി, ഐറ്റം ഏരിയ, ഏത് എന്താണ് കോണ്ടിനെന്റൽ ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാറ്റ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി UI ഒന്ന് ബെറ്റർ ആക്കിയാൽ ഒരു കംപ്ലീറ്റ് ആപ്പ് ആക്കി മാറ്റത്. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കൊരു ലോഡിംഗ് ബാർ കാണിക്കണം, നമുക്ക് റാൻഡം ആയിട്ടൊരു ഐറ്റം കിട്ടണേ. ഓക്കെ, ബട്ട് ഇതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, കാരണം എപ്പോഴും ഒരാൾ എപ്പോഴും ആപ്പ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഒരു ഫുഡ് ഐറ്റംസ് ഏറ്റവും കാണിക്കോളും. നമുക്ക് അത് വേണം. നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് പുൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റീഫ്രഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത ഐറ്റം കാണിക്കണം, അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അടുത്ത ഐറ്റം കാണിക്കണം. അങ്ങനെ വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നമുക്ക് എക്സ്ട്രാ ഒരു കാര്യമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സ്ട്രാ ഫംഗ്ഷൻ കോൾസോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ലോജിക്ക് എഴുതേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിനുള്ള സൊല്യൂഷൻ റിവർ പോഡാനെ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്, ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. നമ്മളിവിടെ നമ്മളെ ഇതിൽ, അതായത് നമ്മളെ ഡോക്യുമെന്റേഷനിൽ പോയിട്ട് ഓക്കെ, ഇവിടെ പുൾ ടു റീഫ്രഷ് ഉണ്ട്. പുൾ ടു റീഫ്രഷ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാന്നുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത്. ഒരു അടിയിലോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് കാണാം. റിസീറ്റ്. ഓക്കെ, റീഫ്രഷ് എന്ത് കാണിക്കാൻ നമുക്ക് കൊടുക്കേണ്ടത് ഇവിടെ അതിൻ്റെ ലോജിക് ഉണ്ട്. റഫ് ഡോട്ട് വാച്ച്. ഓക്കെ, അതാ റഫ് ഡോട്ട് റീഫ്രഷ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മളെ ഇത് പാസ് ചെയ്ത് കൊടുത്താൽ, വിത്ത് ഫീച്ചർ ഇത് പാസ് ചെയ്ത് കൊടുത്താൽ, ഇതുപോലെ പാസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫീച്ചർ പ്രൊവൈഡർ എന്ത് ചെയ്യാൻ പറ്റും, റീഫ്രഷ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു റീഫ്രഷ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മളെ ബോഡി അപ്പം നമ്മളെ ബോഡി ഓക്കെ. ആദ്യം നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഗെറ്റ് റാൻഡം മീല്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഒരു സെന്ററിൻ്റെ അകത്ത് റാപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് സേവ് ചെയ്തൊക്കെ ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഓട്ട് റീലോഡ് ചെയ്തിട്ട് ഓക്കെ, ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു സെന്റർ നമ്മുടെ റീഫ്രഷ് ഇൻഡിക്കേറ്ററിൻ്റെ
അകത്ത് റാപ്പ് ചെയ്യാം. റീഫ്രഷ് ഇൻഡിക്കേറ്റർ. നമുക്ക് ഓൺ റീഫ്രഷ് പാരാമീറ്റർ ഇവിടെ പാസ് ചെയ്യണം. എന്ത് ചെയ്യണം? ഓൺ റീഫ്രഷ്. നമുക്ക് എന്ത് ചെയ്യാം? സെയിം ഇവിടുത്തെ ഒരു കോഡ് എന്ത് ചെയ്യാം? കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓൺ റീഫ്രഷ്. ഇവിടെ ആക്ടിവിറ്റി പ്രൊവൈഡറിന് പകരം നമ്മുടെ ഗെറ്റ് റാൻഡം മീൽ എന്ത് ചെയ്യും? നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കും. ഗെറ്റ് റാൻഡം മീൽ. ഓക്കെ, നമുക്ക് ഇവിടെ ഗെറ്റ് റാൻഡം മീൽ അല്ല ഇവിടെ പാസ് ചെയ്യേണ്ടത്. നമ്മുടെ ഫെച്ച് റാൻഡം മീൽ പ്രൊവൈഡർ ആണ് പാസ് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു. നമ്മൾ ഗെറ്റ് റാൻഡം മീൽ ആണ് ഇവിടെ പാസ് ചെയ്തത്. ഫെച്ച് റാൻഡം മീൽ പ്രൊവൈഡർ ഡോട്ട് ഫ്യൂച്ചർ ആണ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരരുത്. നമ്മൾ UI യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഗെറ്റ് റാൻഡം മീൽ യൂസ് ചെയ്യുക, നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് നമ്മളെ പ്രൊവൈഡർ റീഫ്രഷ് ചെയ്യാൻ, നമ്മളെ UI അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഫെച്ച് റാൻഡം മീൽ പ്രൊവൈഡർ, അതായത് നമ്മളെ ഈ ഒരു പ്രൊവൈഡറാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഒരു മാറി കൊടുത്തതാണ് ഞാൻ. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഫുൾ ടു റീഫ്രഷ്. Why it's not working? റീഫ്രഷ് ഇൻഡിക്കേറ്റർ എന്തുകൊണ്ട് വർക്ക് ആകുന്നില്ല? ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഡയറക്റ്റ് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഡോക്യുമെന്റേഷനിൽ. ഓക്കെ, ഡോക്യുമെന്റേഷനിൽ ലിസ്റ്റ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് വ്യൂ ആക്കേണ്ടി വരും. നമുക്കത് നോക്കാം, ലിസ്റ്റ് വ്യൂ ആക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോളത്തിന് പകരം ലിസ്റ്റ് വ്യൂ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ട വേറെ ഐറ്റം വന്നിട്ടുണ്ട്, ഐറ്റം അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മളെ. നമുക്ക് തൽക്കാലം കോളത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലിസ്റ്റ് വ്യൂ കൊടുത്തു നോക്കാം. ലിസ്റ്റ് വ്യൂ. നമ്മളെ ഈ മെയിൻ ആക്സിസ് എലമെന്റ് ഒക്കെ ഒഴിവാക്കാം. പിന്നെ അതുപോലെ നമ്മളെ മീലിന്റെ നെയിം മാത്രം എന്താ മതി? 30 മതി. മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം? 20 ആക്കാം സൈസ്. അതുപോലെ അങ്ങനെ ഒരു നാക്കില്ല, അതാണ് സാധനം വരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഫുൾ. ഓക്കെ, ഇപ്പൊ ഫുൾ ടു റീഫ്രഷ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫുൾ ചെയ്തു. എന്തായി? സാധനം അപ്ഡേറ്റ് ആയി. നമ്മളെ പുതിയൊരു മീൽ വന്നു. ഒന്നും കൂടി ഫുൾ ചെയ്താൽ ഓക്കെ, നെക്സ്റ്റ് മീൽ വന്നു. ഇപ്പൊ പക്ക എല്ലാം വർക്കിംഗ് ആണ്. നമുക്ക് ഇവിടെ ലിസ്റ്റ് വ്യൂ യൂസ് ചെയ്യണം. ഓക്കെ, സോ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. നമ്മൾ വളരെ ഒരു സിമ്പിൾ ലോജിക്കൽ ഒരു കംപ്ലീറ്റ് ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്തു. നമുക്കൊരു റാൻഡം മീൽ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തു. ഇതിന്റെ UI ഒന്നും കൂടി ബെറ്റർ ആക്കി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ എന്ത് ചെയ്യാം? നമുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. ഒരു സിമ്പിൾ ആപ്പായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനും ആളുണ്ടാവും. ഓക്കെ, സോ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് ആയിട്ട് UI ഒന്ന് ബെറ്റർ ആക്കി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഗെറ്റ് മെത്തേഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്ത് ചെയ്യുക? വേറെ APIs ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ APIs ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പോസ്റ്റ് മെത്തേഡ് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ബെറ്റർ ആവാൻ, നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്യാൻ എന്താണോ എന്ത് ടാസ്ക് ആണോ ചെയ്യാൻ പറ്റും അത് ചെയ്ത് നോക്കുക. ഞാനൊരു സ്പെസിഫിക് ടാസ്ക് ഒന്നും തരുന്നില്ല നമുക്കിപ്പോൾ. കാരണം നിങ്ങൾക്ക് ഇതിലൊരു വലിയ ടാസ്ക് തന്നിട്ട് അത് നിങ്ങളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട ഒരു ഇതല്ല ഇത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളതായ രീതിയിൽ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഡോക്യുമെന്റേഷൻ നോക്കുക. നമുക്കൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറർ വരും, ആപ്പ് ക്രാഷ് ആവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? ഡോക്യുമെന്റേഷൻ നോക്കുക. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യില്ല. അല്ലാതെ നമ്മളൊന്നും എന്താണ് ഫുള്ള് കാണാതെ പഠിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇറർ വന്നാൽ നമുക്ക് അപ്പൊ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. എന്ത് ചെയ്യാൻ നോക്കുക? ഡോക്യുമെന്റേഷൻസ് നോക്കുക. നമ്മളെ ഇത് നോക്കുക, ഡീബഗറിൽ നോക്കുക, നമ്മളെ ടെർമിനൽ ഡീബഗ് കൺസോളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ആയി വരല്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തത് നമ്മൾ അടുത്ത പ്രൊവൈഡർ നമുക്ക് വരുന്നത് നമുക്ക് ഞങ്ങളുടെ കോംപ്ലക്സിറ്റി കൂടി വരും. പ്രൊവൈഡേഴ്സ് നമുക്ക് നെക്സ്റ്റ് വരുന്ന പ്രൊവൈഡർ ഓക്കെ നമുക്ക് സ്ട്രീം പ്രൊവൈഡർ ആണ്. സ്ട്രീം പ്രൊവൈഡർ കുറച്ചും കൂടി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും സ്ട്രീം പ്രൊവൈഡർ. ബട്ട് എന്താ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സിമ്പിൾ ആപ്പ് ബിൽഡ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്കത് പഠിക്കാം. സോ എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കട്ടോ. കാരണം മാക്സിമം കാര്യങ്ങൾ എല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഡൗട്ടുകൾ കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ എന്ത് ചെയ്യാം? മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ട്രീം പ്രൊവൈഡർ നോക്കാം.